അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ആർടി നഗർ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ റേസ് സ്പേസ്, ഇവിടുന്ന് BTM ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉണ്ട്. ആർടി നഗർ എന്ന സ്ഥലം റേസ് സ്പേസ്. നമുക്ക് ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇന്നത്തെയും പോലെ നമ്മുടെ കൂടെ ഉള്ളത് ശരത്, പിന്നെ ശരത്തിന്റെ ഫ്രണ്ട് സൂര്യ. എങ്ങോട്ട് നോക്കിയേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണേ. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇത് ഏതാ സ്ഥലം എന്നറിയാം? ഇത് നമ്മുടെ തവരക്കര കോട്ടയിൽ നിന്ന് ഫോഗത്തിന്റെ അവിടേക്ക് കയറണ വഴിയാണ്. ജംഗ്ഷൻ. എൻ്റെ ഓഫീസ് ആ ഭാഗത്താണ്, ഫോഗമാളിന്റെ ഓപ്പോസിറ്റ്. ഫോഗമാളല്ല, ഇപ്പൊ നെക്സസ് മാളാണ്. പണ്ടായിരുന്നു ഫോഗമാള്, ഇപ്പൊ നെക്സസ് ആയി. നെക്സസ് മാൾ. ഈ ബിൽഡിംഗ് അതെനിക്കറിയില്ല, എന്നാ അത് അവനറിയുള്ളൂ. തീ പിടിച്ച അത് ഇവിടെയാണ് അല്ലേ? ഞാൻ കേട്ടായിരുന്നു. ചാടി വീണതല്ലേ? ആള് ചാടിയതല്ലേ? ആള് രക്ഷപ്പെട്ടാ? എന്നാലും ആലോചിക്കല്ലേ, ആള് അത്രയും ഇതിന്റെ മേലേന്ന് ചാടണെങ്കി. ഇത് ഫോഗമാള് അല്ല, നെക്സസ് മാള്. നെക്സസ് മാളിന്റെ ബാക്ക് സൈഡ് ഇടാ, എന്റെ അപ്പുറത്താണ്. പരുന്തിന് ഭ്രാന്തായ. നമ്മള് ഏകദേശം എത്താറായി. റൈറ്റ് അല്ലേ? ഏകദേശം സ്പോട്ടിൽ എത്താറായിട്ടുണ്ട്. ശരത്ത് നേരത്തെ എത്തി, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രൈറ്റ് അല്ലേ? ഇതാണ്. അപ്പൊ നമ്മള് എത്തി ഗൈസ്. ട്രാക്കൊക്കെ നോക്കിയേ, അടിപൊളിയാണല്ലേ? ചെറിയ വണ്ടിയാടാ, ഈ പിള്ളേരുടെ വണ്ടിയാണല്ലോ. ശരത്ത് പറ്റിച്ചാ? അവനവിടെ ഉള്ള കുഴപ്പമില്ല, നമുക്ക് അവിടെ പാർക്കിങ്ങിൽ വണ്ടി വയ്ക്കാം. അപ്പൊ നമ്മള് ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ടിക്കറ്റൊക്കെ 200 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് കറക്റ്റ് നോക്കാം അവിടെ എത്രയാണെന്ന്. നല്ല സ്പീഡ്, നല്ല ഇതുണ്ടല്ലേ? എടാ, ഇത് പഴയ വണ്ടിയാണല്ലോ. വണ്ടി ഞാൻ എടുത്തല്ലേ. പക്ഷേ ഇത് ലുക്കില്ല. നമുക്ക് ടിക്കറ്റ് എത്രയാണെന്ന് ചോദിച്ചു നോക്കാം. പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണവരാണ്. നല്ല തിരക്കാന്ന് തോന്നുന്നു. ടിക്കറ്റ് ചാർജ് 5%. സിംഗിൾ സീറ്റർ 200, ട്വിൻ സീറ്റർ 300. ടൈമിംഗ് ആണ്. ടിക്കറ്റ് എടുക്കാം. 1 സിംഗിൾ 200 രൂപയാണ് ടിക്കറ്റിന്. ടിക്കറ്റ് എടുക്കട്ടെ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും കയറണില്ല, ശരത്തും സൂര്യയും കയറണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്.
ടിക്കറ്റ് ടോക്കൺ നമ്പർ 40. ഇത്ര ആൾക്കാരുണ്ട്. ടോക്കൺ അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടത് കയറേണ്ട വരും. അവിടെ പോയി നോക്കാം. നമ്പർ 1 ലാബ് 2 ലാബ് 1 ഇല്ലടാ, അതല്ല. ടിക്കറ്റിന് 40 രൂപ. അല്ല, ടോക്കൺ നമ്പർ 40 ആണ്. 40. എത്ര ടോക്കൺ ആയിപ്പോ? ഇപ്പൊ എത്രയെന്ന് അറിയില്ല. അവിടെ വെയിറ്റിംഗ് ആണ്. അയ്യോ, അത് കൊടുത്തോ എന്താ എന്താ അങ്ങനെ ആക്സിഡന്റ് ആയി. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ട്രാക്ക് കാണുമ്പോ സിമ്പിൾ ആണെങ്കിലും ചിലപ്പോ ഞാൻ പോയിട്ട് ടോക്കൺ നമ്പർ എത്രയെന്ന് നോക്കട്ടെ. ടോക്കൺ നമ്പർ എത്രയെന്ന് പോയി നോക്കിട്ടെ. ഞാൻ എടുക്കുന്നില്ല, ഞാനല്ല ഓടിക്കുന്നത്. കുറച്ച് സ്പോട്ടി ട്രാക്കാ റെഡിക്കുള്ള ട്രാക്ക് പോലെ ഒരു നീല കളർ അടിച്ച് ഫുള്ള് മതിൽ. പുട്ട് എന്ന് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങള് കുറെ ആൾക്കാർക്ക് പുട്ട് വേണ്ട. അപ്പൊ ഈ ചെറിയ കുറ്റിയിലൊന്നും പുട്ടുണ്ടാക്കിയാ തരീല. അപ്പൊ ഈ വലിയ ചരിച്ച് ഇങ്ങോട്ട് കൂട്ടിട്ട് ചരിച്ചിട്ട് അതാണ് ചരിച്ചെടുക്കുന്നത്. ഇത് മറ്റേ അതെല്ലാം പ്ലാസ്റ്റിക് കട. സനലെടുത്ത് സനല് കേറാത്തെ സനലിന് വണ്ടിട്ട് ഇപ്പം കിട്ടും. സനല് അറ്റത്ത് നിൽക്കുന്നതാ. ഇല്ല, കേറിയില്ല. ഓനെ ഗേറ്റിന്റെ അടുത്തല്ലേ. ടിക്കറ്റ് എടുത്തില്ലേ? എടാ, ടോക്കൺ നമ്പർ 29 ആയിട്ടുള്ളൂ. എന്തോരം പേര് അവിടെ വെയിറ്റ് 40 ആണ് നമുക്ക് കിട്ടിയാണ്. 10 നേരം വെയിറ്റ് ചെയ്യണ്ടേ? ഇനി സമയം എടുക്കും. നമുക്ക് ഒരു വെള്ളം കുടിച്ചിട്ട് വരാം. ഇതിന്റെ പുറത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് വെള്ളം കുടിച്ചിട്ട് എടുക്കാം. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. മലയാളി ഷോപ്പാണ്. ഇതിന്റെ പേരെന്താണ്? ക്ലബ് റിസോർട്ടാണ്. ശരത്ത് അവിടെ വായി നോക്കിക്കണ്ട്. ഈ റൗണ്ട് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞില്ല. അച്ചങ്ങായി കുറെ നേരം അവിടെ സ്റ്റെക്കാണ്. ചങ്ങായി തെറിയെല്ലാം പിടിക്കുന്നുണ്ട്. അവിടെ നോക്കുന്നേ ഓറഞ്ച് ഇട്ടേ അങ്ങനെ ടെൻഷനായി പോയി. നല്ല മറിക്കണം കേട്ടോ വണ്ടി. മാക്സിമം ചവിട്ടുക. അടി ഇത് നല്ല ഞാൻ പറയാം ട്രിക്ക് ഞാൻ പറയാം. ഈ വളവില്ല, വളവിന് കൂട്ടി ഓടിച്ചിട്ടാ ഇത് പെട്ടെന്ന് നേരെയായിക്കോളെ. അല്ലെങ്കിൽ ഒടിഞ്ഞു അടിച്ചു വിട്ടായി. ഒരു റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്റ്റെബിലിറ്റി. അടിച്ചു റൈറ്റ് അല്ല ഫസ്റ്റ് വന്നൊരു പയ്യൻ വളവിന് കൂട്ടി സ്പീഡിൽ പോയേ. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പെട്രോൾ അല്ലാന്നുണ്ടാ, മണ്ണെണ്ണയാണ് ഒഴിക്കണേന്ന് തോന്നേ.
മറ്റേ എഞ്ചിനല്ലേ ഇത് സ്റ്റാർട്ടിങ് പെട്രോൾ മറ്റേതായിരിക്കും. ഇത് മറ്റേ ഇതില്ലടാ മീൻ മറ്റേ ബോട്ടിന്റെ എഞ്ചിൻ ചെറിയ ബോട്ടില്ലേ ഇത് മറ്റേ അതിന്റെ എഞ്ചിൻ ഒന്നും അല്ല ഇത് മറ്റേ എഞ്ചിൻ പുല്ലെല്ലാം കട്ടിയിരുന്നത്. ആ അതന്നെ സാധനം തന്നെ പുല്ല് കട്ടയുന്നല്ലടാ അത് ചെറുതല്ലേ ഇത് തീരെ ഇത് വെച്ചാൽ ഇല്ല കേട്ടാ. നല്ല പേടിയാണ് ബാക്കിൽ അതാണ് ഡ്രൈവ് ചെയ്യുന്ന അറിയാൻ നോക്കി പറ്റില്ല. ഇതെന്നെ ചങ്ങായി ഓവറാ ചങ്ങായി. ആ ചങ്ങായി ഇത് ഇതാ ഇന്റർനാഷണൽ ഡ്രൈവിംഗിന്റെ എതിര് വന്നില്ല സ്പീഡിട്ട് അങ്ങോട്ട് സ്പീഡാക്കാൻ പറയട്ടെ. അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ കിട്ടും. വീട്ടിലൊരു അമ്മയില്ല ജസ്റ്റ് വേണം 3D എങ്ങനെ ഇതിലാ പോയി തുടർന്ന് എന്താ ദൈവം സൂപ്പർ ഭയങ്കര ടൈറ്റ് അടച്ചിയത് ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അതുപോലെ ഓടിക്കാൻ പറ്റണേ ഞാനില്ല സ്റ്റെയറിംഗ് ടൈറ്റ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ മാത്രല്ല ട്രാക്ടർ ഓടിക്കുന്ന പോലെയാ ഫീൽ ചെയ്തത്. ട്രാക്ടർ ഓടിക്കുന്നതേ ഫീലാ. അയ്യോ കൈവേദന എടുക്കില്ലേ? നല്ല വേന ഭയങ്കര വേന കൈ. പിന്നെ എന്നിട്ടത് എനിക്ക് എങ്ങനെയും അത് 5 റൗണ്ട് കഴിഞ്ഞാലുണ്ടായി. ആ 5 റൗണ്ടാ? 5 റൗണ്ടാണ്. 200ക്ക് 5 റൗണ്ട് കുഴപ്പമില്ല. പുറത്താണ് ഒരു വൺ ടൈം എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഞങ്ങള് തിരിച്ചു പോവാണ്. വൺ ടൈം എക്സ്പീരിയൻസ് ഓക്കെയാണ്, പക്ഷെ അത്ര കണ്ട് പോരാ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല, പക്ഷെ 200 രൂപയ്ക്ക് ഓക്കെ അല്ലേ? 200 രൂപയ്ക്ക് ഓക്കെയാണ്. പക്ഷെ ഞാനിത് ഉദ്ദേശിച്ചതേ, നമ്മള് പണ്ട് ഇതിലൊക്കെ കാണില്ലേ, ടിവിയിലൊക്കെ കാണില്ലേ റേസിങ്, ആ നല്ല സ്പോർട്ടി ലുക്ക് ആയിട്ടുള്ള വണ്ടികള്. 200 റുപ്യക്ക് അത് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട്. അല്ല അതാണ് ഞാൻ ഇത് വിചാരിച്ചത്. പക്ഷെ എക്സ്പെക്ടേഷൻ അതായിരുന്നു. പക്ഷെ എനിക്ക് വണ്ടി ഞാൻ ക്യാബിൽ വണ്ടി എടുത്ത് വരുവാ. 11 കിലോമീറ്റർ വന്നപ്പോഴേക്കും നിങ്ങക്ക് ഇങ്ങനെയാ? അതല്ലാന്ന് ആടെ ഇങ്ങോട്ട് നിങ്ങൾക്ക് മാപ്പ് ഇങ്ങനെ കയ്യിൽ വെച്ച് പോവാലോ. ഞാൻ ഒറ്റക്കല്ലേ, നിങ്ങളെ പോവാ നേരത്തെ സമയത്ത് കാട്ട് കേറി പോവും ചോദിച്ചു. ടൈം എത്രയായി? സമയം അധികം ഒന്നായിട്ടില്ല. 2 മണിയാ? 2:22. ഇനിയിപ്പോ നമുക്ക് വിടാം ഇവിടുന്ന് പതുക്കെ അല്ലേ? അടുത്ത് വേറെ സ്ഥലം ഉണ്ടെങ്കിൽ കയറിയിട്ട് പോവാ. ഒന്ന് നോക്കിയാ വേറെ എവിടെയെങ്കിലും പറ്റിയ സ്ഥലങ്ങള് വല്ല പാർക്കോ മറ്റോ ഉണ്ടോ? കബോൺ പാർക്ക് കാണാ? കബോൺ പാർക്ക് ഇവിടെ തന്നെയാ. കബോൺ പാർക്ക് ഇവിടെ അടുത്ത് തന്നെയല്ലേ? അവിടെ നിന്നിട്ടുണ്ടാവാ പാർക്കിൽ പ്ലാസ്റ്റിക് വേറെ ഉണ്ടോന്ന് കണ്ട. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ. ഇതൊക്കെ കറക്റ്റ് ഡസ്റ്റ്ബിനിൽ പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇവിടെയും വെക്കരുത്. കറക്റ്റ് ഡസ്റ്റ്ബിൻ ഇവിടെ ഇല്ല. കറക്റ്റ് ഡസ്റ്റ്ബിൻ ഇവിടെ ഇല്ലാത്ത നമ്മൾ ഈ സൈഡിൽ മാത്രം കട്ട് ചെയ്യണേ. ഇത് മാത്രം കട്ട് ചെയ്യണ്ട. ഇത് ഓസ്കാർ കൊടുക്കണം ചങ്ങായി. ഇതിൽ ഓസ്കാർ അല്ല, ഇതിലൊന്നും കട്ടിങ്ങില്ല. അതല്ല പെട്ടെന്നുണ്ടല്ലോ, പെട്ടെന്ന് വോട്ടേണ്ടത് ഇത് നമ്മൾ ഇവിടെ കളയിൽ. അല്ല ഞാൻ പറഞ്ഞത് ഇതില് കട്ടിങ്ങില്ല. വീഡിയോയില് ഫുള്ളിടും. ഇവിടെ സൈഡിൽ വെക്കല്ലേ? അതിനാ കളയാന്നറിയാ. അതിനാണ് പരിസരം സൈഡിൽ വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോവാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അവസാനിച്ചാ? ആ.